പുറപ്പാട് 32-ാം അധ്യായം. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ വൈകുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹറോൻ്റെ പക്കൽ സമ്മേളിച്ചു. അവർ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അഹറോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരി എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം മുഴുവൻ തങ്ങളുടെ കാതുകളിലെ സ്വർണവളയങ്ങൾ ഊരി അഹറോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉളികൊണ്ട് അതിനെ രൂപപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അതു കണ്ടിട്ട് അഹറോൻ അതിൻ്റെ മുമ്പിൽ ഒരു ബലിപീഠം പണിതു. തുടർന്ന് അഹറോൻ വിളിച്ചു പറഞ്ഞു, നാളെ കർത്താവിൻ്റെ ഉത്സവമായിരിക്കും. അവർ പിറ്റേന്ന് നേരത്തെ ഉണർന്ന് ഹോമസമർപ്പണങ്ങൾ നടത്തി സമാധാന സമർപ്പണ വസ്തുക്കൾ കൊണ്ടുവന്നു. തിന്നാനും കുടിക്കാനുമായി ജനം ഇരുന്നു. മേളിക്കാനായി അവർ എഴുന്നേറ്റു. കർത്താവ് മോശയോട് പ്രസ്താവിച്ചു, ഇറങ്ങിച്ചെല്ലുക. എന്തെന്നാൽ ഈജിപ്തു നാട്ടിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് അവർ ശീഘ്രം വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ തങ്ങൾക്കായി വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ എന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ ജനത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഇതാ, ഇവർ പിടലി കടുത്ത ഒരു ജനമാണ്. അതിനാൽ ഇപ്പോൾ നീ എന്നെ തനിയെ വിട്ടേക്കൂ. എൻ്റെ ക്രോധം അവർക്കെതിരെ ആളിക്കത്തി ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യട്ടെ. എന്നാൽ നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും. മോശ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയാലും കരുത്തുറ്റ കരത്താലും അങ്ങു തന്നെ ഈജിപ്തു നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അങ്ങയുടെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് അവരെ കൊന്നുകളയുകയെന്നും ഭൂമുഖത്തുനിന്ന് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുമുള്ള ദുരുദ്ദേശത്തോടെയാണ് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നതെന്തിന്? അങ്ങയുടെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിയണമേ. അങ്ങയുടെ ജനത്തിനുണ്ടാകാനിരിക്കുന്ന അനർത്ഥത്തെ പ്രതി പരിതപിക്കണമേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. അവരോടാണല്ലോ അങ്ങ് അങ്ങയെക്കൊണ്ട് ശപഥം ചെയ്തിട്ടുള്ളത്. അവരോടാണല്ലോ അങ്ങ് അരുൾ ചെയ്തത്, നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കുകയും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതിക്ക് ഞാൻ നൽകുകയും അവർ അത് എന്നേക്കും അവകാശമാക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ ജനത്തിനെതിരായി ചെയ്യുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ പ്രതി കർത്താവ് പരിതപിച്ചു. മോശ തിരിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ കയ്യിൽ സാക്ഷ്യത്തിൻ്റെ 2 ഫലകങ്ങൾ ഉണ്ടായിരുന്നു. ഫലകങ്ങൾ അവയുടെ ഇരുവശങ്ങളിലും എഴുതപ്പെട്ടവയായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും എഴുതപ്പെട്ടവയായിരുന്നു അവ. ഫലകങ്ങൾ ദൈവത്തിൻ്റെ വേലയായിരുന്നു. ഫലകങ്ങളിന്മേൽ കൊത്തപ്പെട്ട ആ ലിഖിതം ദൈവത്തിൻ്റെ ലിഖിതമായിരുന്നു. അട്ടഹാസത്തോടെയുള്ള ജനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പാളയത്തിൽ യുദ്ധഭേരി എന്ന് ജോഷുവ മോശയോട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, ധീരതയുടെ വിജയഗാനഭേരിയല്ല, പരാജയത്തിൻ്റെ വിലാപഗാനഭേരിയുമല്ല, ഉന്മാദഗാനഭേരിയാണ് ഞാൻ കേൾക്കുന്നത്. മോശ പാളയത്തെ സമീപിക്കവേ കാളക്കുട്ടിയെയും നൃത്തപ്രകടനങ്ങളുമാണ് കാണാനിടയായത്. മോശയുടെ കോപം ആളിക്കത്തി. ഫലകങ്ങൾ അവൻ തൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞു. മലയുടെ അടിവാരത്തിൽ അവൻ തച്ചുടച്ചു. അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ അവനെടുത്ത് തീയിൽ ചുട്ടു. അത് പൊടിയാകുന്നതുവരെ ഇടിച്ചരച്ചു. അത് ജലപ്പരപ്പിൽ വിതറി ഇസ്രായേല്യരെ കുടിപ്പിച്ചു. മോശ അഹ്റോനോട് ചോദിച്ചു, ഈ ജനത്തിന്മേൽ വലിയൊരു പാപം നീ വരുത്തിവയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹ്റോൻ പറഞ്ഞു, എൻ്റെ യജമാനൻ്റെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തെ അങ്ങേക്കറിയാമല്ലോ.
തീർച്ചയായും ഇവർ തിന്മയ്ക്ക് വശകരാണ്. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്തു സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ആർക്കാണ് സ്വർണമുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ ഊരി അത് എനിക്ക് തന്നു. ഞാൻ അത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനം താന്തോന്നികളാക്കപ്പെട്ടു എന്ന് മോശ കണ്ടു. കാരണം തങ്ങളുടെ പ്രതിയോഗികളുടെ ഇടയിൽ ഒരവഹേളനമാകാൻ അഹറോൻ അവരെ തന്നിഷ്ടത്തിന് വിട്ടിരുന്നു. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിനായി എൻ്റെ പക്ഷത്ത് ആരുണ്ട്? ലേവ്യരെല്ലാവരും അവൻ്റെ പക്ഷത്ത് ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഉടവാൾ ധരിക്കുവിൻ. നിങ്ങൾ ഒരുവൻ തൻ്റെ സഹോദരനെയും ഇതരൻ തൻ്റെ സുഹൃത്തിനെയും മറ്റൊരുവൻ തൻ്റെ അയൽക്കാരനെയും പാളയത്തിൽ കവാടം തോറും കയറിയിറങ്ങി വധിക്കുവിൻ. മോശയുടെ വാക്കനുസരിച്ച് ലേവ്യർ പ്രവർത്തിച്ചു. ആ ദിവസം ജനത്തിൽ നിന്ന് 3000-ഓളം പേർ നിപതിച്ചു. മോശ പറഞ്ഞു, ഇന്ന് ഓരോ ആളും തൻ്റെ മകനും തൻ്റെ സഹോദരനുമെതിരായി കർത്താവിനു വേണ്ടി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവിൻ. ഇനി നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയേണ്ടതിനാണിത്. പിറ്റേ ദിവസമായപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് കയറിച്ചെല്ലാം. ഒരുപക്ഷേ നിങ്ങളുടെ പാപത്തെ പ്രതി പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിയും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് ഉണർത്തിച്ചു, ഹാ കഷ്ടം! ഈ ജനം ഒരു വലിയ പാപം ചെയ്തുപോയി. അവർ തങ്ങൾക്കായി സ്വർണദേവന്മാരെ ഉണ്ടാക്കി. ആകയാൽ ഇപ്പോൾ അങ്ങ് ഒന്നുകിൽ അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അങ്ങ് എഴുതിയിട്ടുള്ള അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എന്നെ ദയവായി മായിച്ചു കളയണം. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എനിക്കെതിരായി പാപം ചെയ്തതാരോ അവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുന്നത്. ഇപ്പോൾ നീ പോയി ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളിടത്തേക്ക് ജനത്തെ നയിക്കുക. ഇതാ എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും. എങ്കിലും എൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസം അവരുടെ പാപത്തെ പ്രതി ഞാൻ അവരെ ശിക്ഷിക്കും. അഹറോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയുമായി ജനം ചെയ്തതിനെ പ്രതി അവരെ കർത്താവ് പ്രഹരിച്ചു.